റസൂൽ പറയുകയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാ വരിക? അല്ലാഹുവേ, ഭൂമിയിൽ നിന്നാണ് വരിക. ഓ ഭൂമിയിൽ എവിടെ നിന്ന്? അല്ലാഹുവേ, കേരള സംസ്ഥാനത്തിന്റെ കാസർഗോഡ് ജില്ലയിലെ ചെറുക്കരയിലെ ഒരു പള്ളിയുടെ മുറ്റത്ത് 10,000 നിന്റെ അടിമകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇത് അഹമ്മദ് കബീർ വാക്കവിയുടെ ഭംഗിവാക്കന്റെ പെങ്ങള് നാളെ പടച്ചറപ്പിന്റെ നാളെ രാവിലെ സുബഹിക്ക് പോകുമ്പോ ലോകങ്ങളെന്ന് മഹഫൂദുകളെന്ന് അർശങ്ങളെന്ന് കുറിച്ച് കിടന്ന് പടച്ചറപ്പിന്റെ സന്നിധാനത്തിൽ ചെല്ലുമ്പോ മാനവലോകത്തിന്റെ നന്മകൾ നിരീക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ട മലക്കുകൾ അല്ലാഹുവോട് പറയും, അല്ലാഹുവേ 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 അല്ലാഹുവേ, നിന്റെ അടിമകളതാ കാത്തു നിൽക്കുകയാ. അതിലാരൊക്കെ ഉണ്ടെന്നറിയോ? രാവിലെ വൈകുന്നേരം വരെ കൂലിപ്പണി ചെയ്തവര്, ബിസിനസ് ചെയ്ത് തളർന്നവർ, ഉറങ്ങേണ്ട സമയത്ത് പടച്ചറപ്പേ നിന്റെ മുമ്പിൽ നിൽക്കുകയാ. 100 കിലോമീറ്റർ അകലെ നിന്ന് വന്ന ചെറുപ്പക്കാരുണ്ട്. മക്കളെ പാടാവില്ല, സഹോദരങ്ങളെ പാടാവില്ല. ഈ ചെറുക്കടയുടെ ദേശീയപാതയെ ബ്ലോക്കാക്കി വന്ന വാഹനങ്ങളെ ഞാൻ കണ്ടടാ. എത്ര സഹോദരിമാരാ കൈക്കുഞ്ഞുങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് ഇറങ്ങി വന്നിടൂ. എന്തിനു വന്നടാ? അല്ലാഹുവിന്റെ ദീനിന്റെ സദസ്സിന് വന്നതാണെങ്കിൽ നാളെ രാവിലെ അല്ലാഹുവേ 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 നിന്റെ അടിമകൾ വന്നിരിപ്പുണ്ട് റബ്ബേ. ആ സമയത്ത് പടച്ചറപ്പ് ചോദിക്കും, റബ്ബേ എന്റെ അടിമകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ട് എന്താ എന്നോട് ചോദിക്കുന്നത്? എന്താ? ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. സഹോദരങ്ങളെ, ആ അടിമകൾ ഒരുമിച്ച് കൂടിയിട്ട് എന്താ ചോദിക്കുക? ആരെ കുറിച്ചാ പറയുന്നത്? അഹ്മദ് കബീർ വാക്കവിയുടെ പ്രഭാഷണത്തെ കുറിച്ച്, കുറിച്ച് അത് കേൾക്കാൻ വേണ്ടി വന്നവരെ കുറിച്ച്, നാട്ടിൽ കിടക്കുന്ന വേദന്റെ ഓരോ സുഹൃത്തുക്കളെ കുറിച്ച്, എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അല്ലാഹുവേ 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 അവരെ ചോദിക്കുന്നത് നിന്റെ സ്വർഗമാണ് റബ്ബേ. അല്ലാഹുവിന്റെ മലായികത്തുകളെ അൽറാഹുഹാ, ആ സ്വർഗം അവരെ കണ്ടവരെ കണ്ടവരാണ്. ഇല്ല റബ്ബേ, കണ്ടിട്ടില്ല റബ്ബേ. അവര് കണ്ടുകണ്ട സ്വർഗത്തെ കണ്ടിട്ടില്ല. അവര് സ്വർഗത്തിന്റെ കട്ടില് കണ്ടിട്ടില്ല, സ്വർഗത്തിന്റെ മണിമാളിക കണ്ടിട്ടില്ല, സ്വർഗത്തിന്റെ ഫലങ്ങൾ രുചിച്ചിട്ടില്ല, സ്വർഗത്തിന്റെ കട്ടിൽ അവര് കയറിയിട്ടില്ല, സ്വർഗത്തിന്റെ പട്ടുവസ്ത്രം അവർ ഉടുത്തിട്ടില്ല, സ്വർഗത്തിന്റെ ഹൂറികൾ അവര് കണ്ടിട്ടില്ല. എന്നാലും അവരുടെ മനങ്ങളെ സ്വർഗമാ സ്വർഗമാ സ്വർഗമാ, അവര് നിന്നോട് നിന്റെ സ്വർഗത്തോടുക്കുകയാണ് റബ്ബേ. ആ സമയത്ത് അല്ലാഹു പറയുമത്രേ, അല്ലാഹുവേ ഞങ്ങളെ നീ എതിരെ പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. അല്ലാഹു പറയുമത്രേ, എന്നാൽ എന്റെ അടിമകൾക്ക് ഞാൻ കൊടുത്തെന്ന് പറഞ്ഞേക്കുവരായിക്കാ. എന്റെ അടിമകൾക്ക് ഞാൻ സ്വർഗം കൊടുത്തെന്ന് സന്തോഷമായിട്ടറിയിക്കുക. അല്ലാഹു നമ്മളെ അതിരുപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മളെ അതിരുപ്പെടുത്തുമാറാകട്ടെ. ഒരു പ്രവാസനത്തിന്റെ ഗിരിവകൾ കാണില്ല, ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ നിതാന്ത വേദനകൾ മനസ്സിൽ കയറി നടക്കുമ്പോ പാതിരാ സമയത്തൊരു ജനക്കൂട്ടത്തിന്റെ പ്രവാഹം പോലെ ഈ സദസ്സിലോട്ട് കടന്നു വന്നത് അല്ലാഹുവേ ആളുകൂടിയിട്ട് വലിയവനാകാനല്ല, പണച്ചറപ്പേ പേരിന് പ്രശസ്തിക്കുമല്ല. നാളെ തന്റെ മലക്കുകൾ ഞങ്ങളെ കുറിച്ച് പറയുമ്പോ സ്വർഗം കൊടുത്തേക്കുന്നതിനെ വിഭജിച്ചു കൊടുക്കുമ്പോ ഈ സാധുക്കള്, ഈ പാവങ്ങള്, ഈ വിചാരദേഹികളെ അല്ലാഹുവേ നീ പെടുത്തണേ അല്ലാ. ആ സമയത്ത് അല്ലാഹു നീന്നെ ചോദിക്കും, അവരെന്നോട് എന്തിനാ കാവലിനെ ചോദിക്കുക? അല്ലാഹുവേ അല്ലാഹുവേ അവര് നിന്റെ കത്തുക്കാവുന്ന നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുകയാ റബ്ബേ. അല്ലാഹു ചോദിക്കും, റബ്ബേ അല്ലാഹുഹാ, ആ നരകത്തെ അവര് കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ടോ? കണ്ട് പേടിച്ചിട്ടാണോ അവര് ചോദിക്കുന്നത്? ആ സമയത്ത് പറയും, ഇല്ല റബ്ബേ ഇല്ല. അവര് നരകത്തിന്റെ ആഴം കണ്ടിട്ടില്ല, നരകത്തിന്റെ ചൂടനുഭവിച്ചിട്ടില്ല, നരകത്തിന്റെ സുക്കൂമെന്ന വൃക്ഷം കണ്ടിട്ടില്ല, അമീമെന്ന ചിന്തനം കണ്ടിട്ടില്ല. അല്ലാഹുവേ എന്നിട്ടും അവരിൽ നിന്ന് ചോദിക്കുകയാണ്. കാരണം അവർക്കറിയാമല്ലോ 40 വർഷത്തിന്റെ ഇടയിലെ ഏറ്റവും ചൂടാണ് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുക. പുനലൂര് 38 ഡിഗ്രിയാണ് ചൂട്, പുനലൂര് 38 ഡിഗ്രിയാണ് ചൂട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യന്റെ ആ സൂര്യഗോളത്തിന്റെ ഒരു രശ്മി നിന്റെ ശരീരത്തിലോട്ട് വരുമ്പോ എത്ര ശരീരം
ശരീരത്തിലാ വിയർപ്പുതുള്ളികൾ വരിക. ആരൊക്കെയാ കരണ്ടിലാണ് പേടിച്ചു പോവുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ആര്യാടന്റെ കരണ്ട് മധുരായിലും ഒരേപോലെയാ. വരുന്നതും പോകുന്നതും ആരും അറിയാറില്ല. അരമണിക്കൂർ വെച്ച് വരും പോകുന്നത് ആരും അറിയാറില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചൂടുകാരനെ പുഴുകിയെടുക്കുന്നില്ലേ? ആ സമയത്ത് അല്ലാഹുവേ വല്ലാതെ ചൂട് വന്നിരിക്കുമ്പോ ഇന്നലെ കേരളത്തിന് 13 കുഞ്ഞുങ്ങള് സൂര്യന്റെ ചൂടേറ്റിട്ട് തൊലി പൊളിഞ്ഞു മാറുമ്പോ അവര് നിന്നെ നരകത്തെ അറിയുന്ന അല്ലാഹ്, അവര് നിന്നെ നരകത്തെ അറിയുന്ന അല്ലാഹ്. യഥാർത്ഥത്തിൽ നരകത്തെ കുറിച്ച് കാവനെ ചോദിക്കേണ്ട സമയമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവേ അവര് നരകത്തെ കണ്ടിട്ടില്ല, എന്നാൽ ആ നരകത്തിൽ നിന്ന് ഞാൻ അവർക്ക് മോചനം കൊടുക്കുന്നുണ്ട്. അവരോട് പറയണേ മലായിക, അല്ലാഹുവേ നരകമോചനം കിട്ടിയ ഈ രാത്രി കൊണ്ട് സ്വർഗപ്രവേശനവും നരകമോചനവും കിട്ടിയ ആ സൗഭാഗ്യശാലികളെ ഞങ്ങൾ പെടുത്തണേ റബ്ബേ, പെടുത്തണേ അല്ലാഹുവേ, പെടുത്തണേ അല്ലാഹുവേ. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മലക്കുകൾ നാളെ പോകുമ്പോ അല്ലാഹു ചോദിക്കുന്നത് എന്തിനാ? നിങ്ങൾ എവിടെ നിന്നാ വരുന്നതെന്ന് അല്ലാഹുക്കറിയാമല്ലോ, എവിടെ നിന്നാ വരുന്നതെന്ന്. അല്ലാഹുവിന്റെ അടിമകൾ എന്താ ചോദിച്ചതെന്ന് മലക്കുകളോട് ചോദിക്കുന്നത് എന്തിനാ? പടച്ചറപ്പിന് നേരിട്ടറിയാലോ നമ്മളെന്താ ചോദിക്കുന്നതെന്ന്. അല്ലാഹു മലക്കുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നീ അയലമോ മാലാ തഅലമോ. ആവർത്തിച്ച് മനസ്സിലിട്ടുകൊള്ളുക, മലക്കുകളല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് ഇവര് ഭൂമിയിൽ പോകുന്നത് ചോര ചിന്താനാണെന്ന്. എന്റെ അടിമകൾ ഒരുമിച്ച് കൂടിയിട്ട് വിക്ര ചൊല്ലുന്ന, നരകത്തെ കാണാൻ നരകത്തെ പേടിക്കുന്ന, സ്വർഗത്തെ കാണാൻ സ്വർഗത്തെ ആശിക്കുന്നത് കണ്ടോ? നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് എതിർവാദം പറഞ്ഞ മലക്കുകളെ കൊണ്ട് അല്ലാഹു അവരുടെ നാമം കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതല്ലേ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ മലക്കും മനുഷ്യരും തമ്മിലുള്ള ബന്ധം? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കറിയാവില്ല, അല്ലാഹുക്ക് നന്നായിട്ട് അറിയാം. അവിടെ നിന്നോ വരിക, നമ്മൾ എന്താ ചോദിക്കുന്നതൊക്കെ റബ്ബിന് നന്നായിട്ട് അറിയാം. അല്ലാഹു എങ്കിലും മലക്കുകളെ കൊണ്ട് പറയിപ്പിക്കുക, നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യരാ, അവരെന്തെടുക്കുക? അല്ലാഹു അവർ നരകത്തെ കണ്ടിട്ടുണ്ട് ഇല്ല, അല്ലാഹുവെ കണ്ടിട്ടില്ല. കണ്ടോ മലക്കുകളെ നിങ്ങൾ അല്ലാഹു ചോദിക്കുന്നില്ല. സ്വർഗത്തെ അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലാഹുവേ. എന്നിട്ട് സ്വർഗത്തെ ചോദിക്കുക, മലക്കുകളെ നിങ്ങൾ നരകവും സ്വർഗവും കണ്ടിട്ട് എന്നോട് കാവനെ ചോദിക്കുന്നവരല്ലേ? ഇത് കണ്ടോ ഞാൻ സൃഷ്ടിച്ച എന്റെ പടപ്പുകൾ, അവര് നരകത്തെ കണ്ടിട്ടില്ല, അവര് സ്വർഗത്തെ കണ്ടിട്ടില്ല. എന്നിട്ടും അവർ കാണാത്ത സ്വർഗവും കാണാത്ത നരകവും ചോദിച്ചു. കാണാത്ത സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും കാണാത്ത നരകത്തെ കുറിച്ച് പേടിച്ചു വിറച്ച് എന്റെ അടിമകൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് പള്ളി വിട്ട് തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞില്ലേ, ഇന്നീ അടിലമും നിങ്ങൾ അറിയാത്തത് എനിക്കറിയാമെന്ന്. അല്ലാഹു നമ്മളെ കുറിച്ച് അഭിമാനം പറയുന്ന അടിമകളായി അല്ലാഹു സ്വീകരിക്കട്ടെ. എന്താ ഒരു ആമയൊന്നുമില്ല, ആള് കൂടിയിട്ട് വലിയ കഥയൊന്നും ഉണ്ടാവില്ല. ഉള്ളത് എന്നൊരു 10 നന്നായി കണ്ടിട്ടുണ്ട്. അല്ലാഹു നാളെ മലക്കുകൾ ചെല്ലുമ്പോ നമ്മളെ കുറിച്ച് വേറെ ആളെ കുറിച്ചല്ല, നമ്മുടെ ഈ സദസ്സിനെ കുറിച്ച് പറയണം. അഭിമാനത്തോടെ അല്ലാഹു നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന നല്ല സദസ്സായി അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുന്നു. ആമീൻ. അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകൾ നമ്മുടെ കാവൽക്കാരായി, നമ്മുടെ ജീവിതത്തിന്റെ കൂട്ടാളികളായി, നമ്മുടെ കൂടെ എപ്പോഴുമുള്ള നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ മലക്കുകൾ. മലക്കുകളാരാ? വേറൊരു വിഭാഗമല്ല. നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഭാര്യ പോലും അത്ര അടുത്തുണ്ടാവും. നമ്മളെക്കാൾ ഭാര്യയേക്കാൾ നമുക്ക് അടുപ്പം ആരോടാ? പേടിയാണോ? ഭാര്യയേക്കാൾ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാരാ? മലക്കുകളാണ്. ഭർത്താവിനേക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളതാരാ? മലക്കുകളാണ്. അപ്പൊ മലക്കുകളെ കുറിച്ചൊന്ന് പഠിക്കട്ടെ. ഞാൻ പറയുന്നത് ഈ തോളിലിരിക്കുന്ന ആളുകളെ കുറിച്ചാണ്.
ഞാൻ പറയണത് ഈ തൊണ്ടക്കുഴിമെ പിടിച്ചു വലിച്ചിട്ട് പോണ ഒരാളിന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാതെ നമ്മളല്ലാത്ത രണ്ടാമതൊരാളെ കുറിച്ചല്ല. നമ്മുടെ കൂടെയുള്ള ഭാര്യ നമ്മുടെ കൂടെ ഉണ്ടാവും. വളരെ ചുരുങ്ങിയ സമയം ഭർത്താവ് മക്കളും സ്കൂളിൽ പോണ സമയത്ത് മക്കളും കൂടിയിട്ട്. പക്ഷെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നടക്കുമ്പോഴും കച്ചവടം ചെയ്യുമ്പോഴും ഭാര്യയുടെ അടുത്ത് പോകുമ്പോഴും മക്കളെ താലോലിക്കുമ്പോഴും ഒരു മനുഷ്യന്റെ കൗലിലും ഫിക്റിലും വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒരേപോലെ നമുക്ക് സാക്ഷികളാണ്, ഒരേപോലെ നമ്മുടെ കൂടപ്പുറപ്പുകളാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളെ നന്നായിട്ട് പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മലക്കുകളെ കാണാൻ കഴിയുമോ? മലക്കുകളുടെ വേദന എന്താണ്? അവരെത്ര പേരാണ്? പ്രധാനപ്പെട്ട മലക്കുകൾ ആദ്യം തന്നെ നമുക്കറിയാം. മലക്കുകൾ എത്രയുണ്ട്? എത്ര മലക്കുകളുണ്ട്? മലക്കുകൾ എത്രയുണ്ട്? മലക്കുകൾ പറവച്ചന്മാരെ മലക്കുകൾ എത്രയുണ്ട്? എണ്ണം പറയും. ഞാൻ സമ്മാനം മലക്കുകൾ എണ്ണം പറയും. മലക്കുകളുടെ സാധാരണ മദ്രസയിൽ നമ്മൾ കുറച്ച് മലക്കുകളെ പഠിക്കും. പ്രധാനപ്പെട്ട 10 മലക്കുകൾ. പക്ഷേ മലക്കുകൾ എത്രയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പലതിന്റെയും എണ്ണം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലദീ ഖലഖ സബ്അ സമാവാതി വ മിനൽ അർളി മിഥ്ലഹുന്ന. അല്ലാഹു പറയുകയാണ്, ആകാശമേനാണ്, ആകാശത്തെയാണ് പടച്ചത്, ഭൂമി മേലെ കെട്ടുകളായിട്ടാ പടച്ചത്. അല്ലദീ ഖലഖ സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. അല്ലാഹു പറയുകയാണ്, ആകാശത്തെയും ഭൂമിയെയും പടക്കാൻ എനിക്ക് 6 ദിവസമാണ് വേണ്ടി വന്നത്. ഈ ലോകത്തിലെ അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ സിദ്ധിച്ചപ്പോ അതിന്റെ എണ്ണങ്ങൾ അല്ലാഹു നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശം 7ആണ്, ഭൂമി 7ആണ്. ഇതിന് പടക്കാനെടുത്ത ദിവസം തന്നെ 6ആണ്. പ്രധാനപ്പെട്ട കടമകൾ, പ്രധാനപ്പെട്ട രഹസ്യങ്ങളെ പടച്ചറപ്പ് പറയുമ്പോ, അല്ലാഹുവിന്റെ മലായികത്തുകളെ കുറിച്ച് പറയുമ്പോ പ്രവാചകന്മാര് തന്നെ 1,24,000-ൽ പരമാ. പക്ഷേ പടച്ചറപ്പ് പറയുകയാ, മനുഷ്യ എന്റെ മലക്കുകൾ എത്രയുണ്ടെന്ന് നിനക്കറിയോ? അവരുടെ എണ്ണം എത്രയുണ്ടെന്ന് നിനക്കറിയോ? അല്ലാഹുവിന്റെ പട്ടാളത്തിന്റെ എണ്ണം അല്ലാഹുവിനാണ്, മറ്റൊരാൾക്കറിയില്ല. പടച്ചവർക്ക് മലക്കുകളെ വിശേഷിപ്പിച്ച പടവേറെന്നറിയോ? പഠിച്ചിട്ടേ മുമ്പോട്ട് പോകാവൂ. മലക്കുകളെ അല്ലാഹു വിശേഷിപ്പിച്ച വിശേഷണ പടവേട അല്ലാഹുവിന്റെ പട്ടാളമെന്ന, പടച്ചവപ്പിന്റെ പട്ടാളമെന്ന, ജോഷിന്റെ പട്ടാളമല്ല, ഉത്തരകൊറിയയുടെ പട്ടാളമല്ല, സദ്ദാം ഹുസൈന്റെ പട്ടാളമല്ല, ദക്ഷിണ കൊറിയക്കെതിരെ അണുവായുധവുമായി ഉത്തര കൊറിയയുടെ പട്ടാളമല്ല. അല്ലാഹു പറയുകയാണ്, ജുനൂദുർ റഹ്മാൻ, പടച്ചവപ്പിന്റെ പട്ടാളത്തെ നിങ്ങൾക്കറിയോ? 12 സത്യം ഏറ്റുമുട്ടിയപ്പോ വെള്ളത്തലപ്പാടിച്ചുകൊണ്ട് ഇറക്കി വിട്ട എന്റെ പട്ടാളമില്ലേ? റഷ്യൻ ചെമ്പടയുടെ നേരെ അഫ്ഗാനിലെ ന്യൂനപക്ഷ
രാജ്യത്തിന്റെ പട്ടാളത്തിന്റെ എണ്ണമുണ്ട്, അമേരിക്കയുടെ പട്ടാളത്തിന്റെ എണ്ണമുണ്ട്. അല്ലാഹു പറയുകയാണ് മോനെ, അല്ലാഹുവിന്റെ പട്ടാളമായ മലക്കുകളുടെ എണ്ണം എത്രയാണ്? മാനവനിക്ക് എന്നെ തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. എങ്ങനെയാ എന്നെ തിട്ടപ്പെടുത്താൻ കഴിയുന്നത്? എങ്ങനെയാ? ഭൂമിയിൽ ഇപ്പൊ തന്നെ 600 കോടിയോളം മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ 2 തോളിൽ 2 മലക്ക് വെച്ചെണ്ണിയാൽ തന്നെ 1200 കോടിയിലധികം മലക്കുകളില്ലയോ എന്ന് നമുക്ക് അനുമാനിച്ച് പറയേണ്ടി വരില്ലയോ? സഹോദരങ്ങളെ, അവന്റെ മൂക്കില്, അവന്റെ അവയവങ്ങളില്, ഈ ഭൂമിയില്, സമുദ്രത്തില്, പർവ്വതങ്ങളില്, വിജനമായ പ്രദേശങ്ങളില് ഈ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി മരിച്ച് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്. അവരുടെ അടുക്കലും ഒരായിക്കത്തുകളുണ്ടല്ലോ. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകളില്ലേ, വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയാ. അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്നവരില്ലേ, കിറാമൻ കാത്തിബീൻ, മാന്യമായ എഴുത്തുകാരില്ലേ, വഇന്ന അലൈക്കും ലഹാഫിളീൻ, അപകടത്തിൽ നിന്ന് കാക്കുന്ന മലക്കുകളില്ലേ. അമ്മ പറയുകയാണ്, ആകാശത്തെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊള്ളുക. ആകാശത്ത് കാണുന്ന ഗോളങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ മനുഷ്യ നിനക്ക് കഴിഞ്ഞേക്കും. 80,000 കോടി ഗാലക്സികളുള്ള ഈ പ്രപഞ്ചത്തില് ഒരു ഗാലക്സിയായ ക്ഷീരപഥത്ത്, ആ ക്ഷീരപഥത്തിലെ ഗോളങ്ങൾ എത്രയെന്നും എണ്ണാൻ തീരുമാനിച്ച ഒരു സെക്കൻഡിൽ 1 എന്ന എണ്ണ പ്രകാരം മനുഷ്യൻ എണ്ണാൻ തീരുമാനിച്ച 4000 കോടി വർഷം കഴിഞ്ഞാൽ, 4000 വർഷം കഴിഞ്ഞാല് അത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമാവുമെങ്കിൽ 80,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ ഗോളത്ത് വേണമെങ്കിൽ 4000 വർഷം എണ്ണി തിട്ടപ്പെടുത്താം. ആ ക്ഷീരപഥത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് കിടന്ന 2000 കോടി പ്രകാശ വർഷം കഴിഞ്ഞ് അതിന്റെ മറുഭാഗത്തെത്തുകയുള്ളൂ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, 2000 കോടി വർഷം എണ്ണിയാലും തിട്ടപ്പെടുത്തിയാലും എണ്ണിയാലും ഗോളങ്ങൾ പോലും തീരുകയില്ലല്ലോ. ഇന്നലെ വൈകുന്നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യക്കാരായ 2 ശാസ്ത്രജ്ഞന്മാര് ഈ ക്ഷീരപഥത്തിൽ ഒരു ഗോളത്തെ കൂടി പുതുതായി കണ്ടുവത്രേ. ആരും ഇതേവരെ കാണാത്ത, ഒരെണ്ണത്തിലും പെടാത്ത ഒരു ഗോളത്തെ അവർ ഇന്നലെ കണ്ടെത്തിയിരിക്കുകയാ. ഇന്ത്യക്കാരനാ കണ്ടെത്തിയത്. അതേതെന്നറിയോ? 52.5 കോടി പ്രകാശ വർഷമകല്, 52.5 കോടി പ്രകാശ വർഷമകല് ഒരു നക്ഷത്രത്തെ കൂടി കണ്ടെത്തിയത്രേ. ആ പ്രകാശം എത്രയെന്നറിയുമോ? 5.5 കോടി പ്രകാശ വർഷം അകലെയുള്ള ഒരു ഗോളത്ത് 1 മണിക്കൂർ 40 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ ഒരു കാറ്റാഞ്ഞടിച്ചപ്പോഴാ ഈ നക്ഷത്രം ഉണ്ടായിരുന്ന ചരിത്രകാരന്മാര് പറയുകയാ. സഹോദരങ്ങളെ, പ്രപഞ്ചത്തിലെ ഗോളത്തെ പോലും എണ്ണാൻ കഴിയാത്തവനെ മനുഷ്യ, പടച്ചറപ്പിന്റെ പട്ടാളം എത്രയാ, അല്ലാഹുവിന്റെ മലക്കുകൾ എത്രയാന്ന് നിനക്ക് എന്നെ തിട്ടപ്പെടുത്താൻ സാധ്യമല്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയുക, എത്രയാന്ന് എണ്ണാൻ ഏതായാലും നമ്മളെ കൊണ്ട് പറ്റൂല, കാണാനും പറ്റൂല. ആ മൂക്കിന്റെ തുമ്പത്തോട്ട് തോണ്ടി എഴുതിയിട്ടുണ്ട്. ആ മൂക്കിന്റെ തുമ്പത്ത് ഒന്ന് മൂക്കി പിടിച്ചു നോക്കണ്ടേ? അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു പറഞ്ഞു, എണ്ണാൻ പോയാ, നോക്കാൻ പോയാ കാണാൻ പറ്റൂല. പക്ഷേ മലക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട് എന്ന ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാഹുവേ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അതാണ് അല്ലാഹു പറഞ്ഞത്. നീ ഒരു വാക്ക് പറഞ്ഞ അത് റഖീബും കേൾക്കും, അതീദ് കേൾക്കും. വലത്തെ തോളിൽ നന്മ എഴുതുന്ന മലക്ക്, ഇടത്തെ തോളിൽ തിന്മ എഴുതുന്ന മലക്ക്. നമ്മുടെ മലക്കിൽ വലത്തെ തോളിരിക്കുന്ന മലക്കിൽ ഒരു ജോലി, ഇടത്തെ തോളിലെ മലക്ക് എഴുതി കുഴഞ്ഞിട്ടുണ്ട്. സഹോദരിമാർ, ഇടത്തെ തോളിലെ മലക്കിന് ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നത് എപ്പോഴാണ്? സാധാരണ ലോകത്തിന് മാറ്റമുണ്ടായി എന്ന് നിങ്ങൾ കരുതുക.
പണ്ട് നമ്മുടെ വലത്തെ തോളിലെ മലക്കിന് ഏറ്റവും കൂടുതൽ ജോലിയുള്ള സമയം എത്ര എപ്പോഴാ? മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചത് മുതൽ കിടന്നുറങ്ങുന്നവരെ. വലത്തെ തോളിലെ മലക്കിന് ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടായിരുന്നത് പണ്ട് കാലത്ത് ആ സമയത്ത്. ഇപ്പോ ഇടത്തെ തോളിലെ മലക്കിന് ഏറ്റവും കൂടുതൽ ജോലിയുള്ളത് തിങ്കൾ മുതൽ വെള്ളി വരെ, മഗ്രിബ് മുതൽ അല്ലേ അല്ലേ നേരെ തിരിഞ്ഞു. മലക്കുകളുടെ ജോലി രണ്ട് സൈഡിലേക്ക് മാറി. ആ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇനി ഞാൻ ഇപ്പൊ പറയുന്നത് ഭൂമിയിൽ മലക്കുകൾ നമ്മുടെ അടുത്തിൽ വരും. ഭൂമിയിൽ മലക്കുകളുടെ വേഗത ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം പറയണോ? ആപേക്ഷിക സിദ്ധാന്തം അതൊക്കെ വെച്ച് നമുക്ക് സംസാരിക്കാം. ഈ മലക്കുകളുടെ ശക്തി എത്രയാണ്? എന്ത് പവർ? സദസ്സിൽ 2 മൊബൈൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എടുത്തത് കൊണ്ട കൊടുക്കണം. ഇപ്പൊ മലക്കിനെ അറിയില്ലേ? ഒന്ന് കൊടുത്തേക്കണ സഹോദരങ്ങളെ. ഈ വറുതിന്റെ സദസ്സിൽ വന്നിട്ടുണ്ട്. കയ്യിൽ നഷ്ടപ്പെട്ടതാണോ അതോ കൊണ്ടിട്ടാണോ? നഷ്ടപ്പെട്ടതാണോ? നഷ്ടപ്പെട്ടത്. ചില ആളുകൾ പള്ളി നിസ്കരിക്കാൻ പറ്റും. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലെ കോപ്പ് ഓടിച്ചോണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടതാണേലും പോയതാണേലും കിട്ടിയവരൊക്കെ കൊടുത്തേക്കണം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞോ, തമാശ എന്ന് പറയുന്ന സമയത്ത് ഇന്ന് ഞാൻ പറയുന്നത് മലക്കുകളുടെ പവർ അത്ര. ഒരു മലക്കിന് എന്ത് ശക്തിയുണ്ട്? ഓരോന്നോരോന്നായിട്ട് സംസാരിക്കാം. ഇന്ന് മലക്കുകൾ ഭൂമിയിൽ വരുമോ? ഇല്ല, വരും. എപ്പോ? കല്യാണാലോചന പെണ്ണ് കാണിക്കാൻ ഒരു മലക്കുകൾ വരും. അപ്പോ കേക്ക് മനുഷ്യന്മാരെ പെണ്ണിന് ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ ബ്രോക്കറല്ലേ കൊണ്ടുവന്ന് പെണ്ണിനെ കാണിച്ച ഫോട്ടോ കണ്ട കൊള്ളാം. അല്ലാഹുവിന്റെ മലക്കുകൾ വരും. ഏതൊക്കെ സമയത്ത് വരും? അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മുടെ ചുറ്റുഭാഗത്തിരിക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മലക്കുകളെ പിണക്കാതിരിക്കുക. എന്റെ ഇന്നത്തെ പ്രമേയമായിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, മലക്കുകളെ പിണക്കാതിരിക്കുക. പണ്ട് കാലത്തിന് മലക്കുകൾക്ക് ഏറ്റവും വലിയ ജോലി ഉണ്ടായിരുന്നത് സന്ധ്യാസമയമാ. കിടക്കുന്നതിന് മുമ്പ് ഹത്താദോദിയിട്ട് കിടന്ന പഴയകാലമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് ഏറ്റവും നന്മയുടെ കാലമുണ്ടായിരുന്നതെങ്കിൽ ഇന്നത്തെ സമയം മാറി. ഏറ്റവും വലിയ നന്മയുടെ സമയമായ സന്ധ്യാസമയം. ആ സമയം അല്ലാഹുവിന്റെ മലായികത്തുകൾ വീട്ടുമുറ്റത്ത് നിന്ന് ശപിക്കുന്ന സന്ധ്യകളായി മാറുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആദ്യമായിട്ട് ഞാൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ ദുനിയാവിലെ മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്ന കഥ പറയുന്നുണ്ട്. ഇന്ന് മനുഷ്യന് ദുനിയാവിലെ മലക്കുകൾ തമ്മിലുള്ള ബന്ധമാ. അതാരോടാണ് പെങ്ങള് ചെറുക്കടയിൽ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആരുടെ അടുക്കലാ മലക്കുകൾ വന്നത്? ആകാശലോകത്തിരിക്കുന്ന ആകാശലോകത്തിന്റെ കാവൽക്കാര് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ കഴിഞ്ഞൊരു പെണ്ണിന്റെ കഥ പറയുകയാ. ആരോ പറയുന്നതാരാ? ഇത് കാലത്തിൽ മലൈകത്തു യാ മറിയമോ ഇന്നല്ലാഹ യുബസ്സിറുക ബികലിമത്തിൻ മിൻ ഇസ്മിഹി വസീഹ് ഈസ ബിൻ മറിയമ വലീഹൻ ഫിദ്ദുനിയാ വൽ ആഖിറ വമിനൽ മുഖറബീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കങ്ങള്, അവന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങള്, അവന്റെ സന്തോഷങ്ങള്, അവന്റെ ഉത്കണ്ഠകള്, അവന്റെ വേവനാടുകള്, അവന്റെ പ്രയാസങ്ങള് എപ്പോഴും അവന്റെ ചാരത്തോട്ട് വരുമത്രേ. അല്ലാഹുവിന്റെ ദൂതുമായി അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ മലക്കുകൾ. ആ കഥയാണ് വിശുദ്ധമായ ഖുർആൻ പറയുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഒരു കൗമാര പ്രായം കഴിഞ്ഞ യുവതിയായ പെണ്ണ്, സുന്ദരിയായ പെണ്ണ്, സുന്ദരിയായ പെണ്ണ്, മനോഹരിയായ പെണ്ണ് അവളുടെ സ്വന്തം വീട്ടിൽ കൈകെട്ടി നിസ്കരിക്കുകയാ. എന്താണ് പെണ്ണ്? ചിന്തിക്കാൻ കഴിയില്ല. റിയാലിറ്റി ഷോസ് ആളുകളുടെ ശരീരത്തിന്റെ സൗന്ദര്യം പണയം വെച്ച എല്ലാം നഷ്ടപ്പെട്ടു പോയ അഭിനവകാര പെണ്ണിനോടാണ് ഞാൻ ഈ പറയുക. അല്ലാഹുവിന്റെ ഖുർആൻ
എല്ലാ മത്സരത്തിന്റെ വേദിയായി. അമ്മയും അമ്മായിയമ്മയും മത്സരത്തിലായി, ഭാര്യയും ഭർത്താവ് മത്സരവേദിയിലായി, ഉമ്മയും മകളുമായി. എല്ലാം ശപിക്കപ്പെട്ട ലോകത്ത്, എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ട ലോകത്ത്, എല്ലാം ദുനിയാവിന് വേണ്ടി ഉടുതുണി മത്സരികൾ ആകർഷകമായി മാറിയ ലോകത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മാറുക, പ്രിയപ്പെട്ട പെങ്ങളെ മാറുക. അമ്മ പറയാണ് ഒരു പെണ്ണുണ്ടായിരുന്നു അത്രേ. ആ പെണ്ണാണ് ബീവി മറിയം റളിയല്ലാഹു അൻഹാ. മറിയം റളിയല്ലാഹു അൻഹാ. ഇത് കാലത്ത് മലായികത്ത് യാ മറിയം യാ മറിയം യാ മറിയം നമസ്കാരത്തിന് മുസല്ലയിൽ നിൽക്കുന്ന ആ മറിയമിനോടാണ് മലക്കുകൾ വന്നിട്ട് പറയുന്നത്, ഓ മറിയമേ, ഓ മറിയമേ, സന്തോഷിക്കു മറിയമേ, സന്തോഷിക്കു മറിയമേ. എന്തെന്നറിയോ, നിന്റെ വയറ്റിന്റെ ഉള്ളിൽ ഒരു സാലിഹായ കുഞ്ഞു പതക്കാൻ പോവുകയാണെന്ന്. ഒരു പെണ്ണ് ഗർഭിണിയായെന്ന കാര്യം ആകാശത്ത് നിന്ന് സന്തോഷമായിട്ട് പറയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്താ നിങ്ങൾ കരുതിയത്? ഒരു പെണ്ണ് ഗർഭിണിയാവാൻ പോവുക, സന്തോഷ വാർത്ത പറഞ്ഞു കൊടുത്താരാ? മലക്കുകൾ. ഒരു മറിയമാകും പെണ്ണെ, മറിയമാകും, ഒരു മറിയമാവ് അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു കൊടുത്തു. എന്തിനാണ്? അതിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതിപ്പോ കുഞ്ഞുണ്ടാവണ കാര്യമല്ലേ? കല്യാണം കഴിക്കുന്നത് പോലും, കല്യാണം കഴിക്കുന്നത് പോലും മലക്കുകൾ എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. മലക്കുകൾ ഒരു ഫോട്ടോയുമായിട്ട്, ഇപ്പൊ സാധാരണ ബ്രോക്കറാണ് വരിക. അയാൾ കൊണ്ടുവന്നിട്ട് കയ്യിൽ കുറെ ഫോട്ടോ ഉണ്ടാവും, ഒരു കെട്ട് ഫോട്ടോ ഉണ്ടാവും, ഖുർആൻ ഇത്ര സൂറത്ത് ഉണ്ടാവില്ല, അതിന് മാത്രം ഫോട്ടോ ഉണ്ടാവും. അത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇത് വേണോ, എത്രയാ, 10 ലക്ഷം, അടുത്തത് മാറ്റും, ഇത് വേണം, ഇത്തിരി കളറ് കുറവാ, അതുകൊണ്ട് 15 ലക്ഷം. കളറ് കുറയണനുസരിച്ച് പൊള്ളാച്ചിന്റെ വില കൂടും. അതാണ് കളറ് കുറവാണെങ്കിൽ പിന്നെ ലക്ഷം കൊടുത്താലേ പറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായാലും അപ്പൊ ബ്രോക്കറാ കൊണ്ടുവന്ന് ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് സെലക്ട് ചെയ്യുക. പക്ഷെ ഒരു കല്യാണം നടന്നിട്ടുണ്ട്, മലക്കുകൾ വന്ന് ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സലാത്തില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞവത്രേ, ആയിഷ പൊന്നുമോളെ ആയിഷ, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞവത്രേ, ആയിഷ നിന്റെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രാത്രി ഞാൻ കിടക്കുന്നു, കുറേ മലക്കുകൾ, 2 മലക്കുകൾ എന്റെ അടുക്കൽ സ്ഥിരമായിട്ട് വരും. അവരുടെ കയ്യിൽ ഒരു ചെറിയ ചിത്രമുണ്ടാവും. ആ ചിത്രം കൊണ്ടുവന്ന് എന്നെ കാണിച്ചു തരും ആയിഷ. എന്നിട്ട് പറയും, നബിയേ ഈ പെണ്ണിനെ കണ്ടോ, ഈ പെണ്ണിനെ കണ്ടോ, ഈ പെണ്ണിനെ കണ്ടോ. ആയിഷ ആ ചിത്രത്തിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. അത് നീയായിരുന്നു ആയിഷ, അത് നീയായിരുന്നു ആയിഷ. എനിക്ക് മനസ്സിലായി ഇത് അല്ലാഹുവിലേക്ക് നിശ്ചയിച്ച പെണ്ണാണെന്ന്. സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മലക്കുകൾ കൊണ്ടുവന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചിത്രം കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഹബീബുനാ റസൂലുള്ളാഹ്. അത് മാത്രമല്ലല്ലോ, അത് മാത്രമല്ലല്ലോ, അത് മാത്രമല്ലല്ലോ, ഒരു കുഞ്ഞിന്റെ പ്രസവം നടന്നാ പോലും ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ സാക്ഷ്യം വഹിക്കാറില്ലേ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനാകുമ്പോ അങ്ങനെ ആമിനയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനെ പ്രസവിക്കാൻ പോവുകയാ. മക്കയിലെ പള്ളിക്കുടല് ആമിന പ്രസവ വേദന കൊണ്ട് പൊളയുകയാണ്. ആ സമയത്ത് ആ പ്രസവത്തിന്റെ മേൽനോട്ടം വഹിച്ചതാരാ? ഗൈനക്കോളജിസ്റ്റ് അല്ല, ഡോക്ടറല്ല, വയറ്റാട്ടിയല്ല, ജിബ്രീലുല്ലാഹു ബിഹാദത്താറോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ആമിനയുടെ പള്ളിക്കുടലിലെത്തിയില്ലേ റളിയല്ലാഹു തആല അൻഹാ. ആ മലക്കുകൾ അവിടെ പ്രസവത്തിന് മേൽനോട്ടം വഹിച്ചില്ലേ? ജിബ്രീൽ പോയി വന്നില്ലയോ? മേൽനോട്ടക്കാരൻ ജിബ്രീലല്ലയോ അലൈഹിസ്സലാത്തു വസ്സലാം. പ്രസവത്തിന്
തങ്ങളെ സാക്ഷ്യം വഹിച്ചു. കല്യാണാലോചനക്ക് പെണ്ണിന്റെ ചിത്രവുമായി വന്നു. അതേ ഖുർആൻ പറയുകയാ, ഞാൻ എന്റെ ശബ്ദത്തിന് കാലത്ത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് നമ്മുടെ തോളത്തിരിക്കുന്ന നമ്മുടെ സാക്ഷികളായ നമ്മുടെ കാവൽക്കാരാണ് നമ്മുടെ സാക്ഷികളായി മാറുന്നു. പൊന്നുമോനെ, മലക്കുകൾക്കറിയാൻ നന്മയുണ്ടാവണം, അവർക്കെല്ലാം നന്മകൾ രൂപാന്തരപ്പെടണം. അവര് നാളെ സാക്ഷി പറയുമ്പോ പേടിക്കണ്ടടാ, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാ അവരവസ്ഥയിലേക്ക് മാറണ്ടേ, അവരവസ്ഥയിലേക്ക് മാറണ്ടേ. അതുകൊണ്ട് മറിയം മറിയമ്മയുടെ അടുത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു, അത്ര മറിയമേ മറിയമേ മറിയമേ, നീ ഗർഭിണിയാവാൻ പോകുന്നു, ഈസാ നബിയെ നീ പ്രസവിക്കാൻ പോവുകയാണെന്ന് മറിയമിനോട് സന്തോഷമായിട്ട് പറഞ്ഞത് അല്ലാഹുവിന്റെ മലക്കുകളാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മനുഷ്യനും മലക്കും തമ്മിലൊരു ബന്ധമുണ്ടാവണം. പലപ്പോഴും ഇതങ്ങനെ ആരും അങ്ങനെ പറയാറില്ല. നമ്മുടെ മലക്കുകളെ നമുക്ക് ബന്ധമുണ്ടാക്കണം. പൊന്നുമോനെ, നിന്റെ കണ്ണൊന്ന് നിറഞ്ഞ, നിന്റെ കൈവന്ന് പിടഞ്ഞ, നിന്റെ ഹൃദയമൊന്ന് ചിതറിയ, നിന്റെ കാലൊന്ന് പുതറിയ, നിന്റെ കണ്ണുനീരൊന്ന് ഇറ്റു വീണ, നിന്റെ മുഖത്തൊന്ന് വിഷാദം വന്ന ആ സമയത്ത് നിന്റെ മുഖത്ത് നിന്റെ ഹൃദയത്തിന്റെ സങ്കടം തീർക്ക. നിന്റെ ശബ്ദം കേൾക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, 1000 പ്രയാസങ്ങളുള്ളവർ, കടബാധ്യതയുള്ളവർ, രോഗം ബാധിച്ചു പോയവർ, രോഗം ബാധിച്ചു പോയവർ, മാരകമായ രോഗത്തിന്റെ അടിമകളായവർ കഴിഞ്ഞ നിന്റെ മുമ്പിലെ താഴ്ച ശാസ്ത്രീയ പ്രഭാഷണം നടത്തുമ്പോ കഴിയുന്ന സഹോദര, ആ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ടലിൽ വിശ്രമിക്കുമ്പോ എന്നെ കാണാൻ തൃശ്ശൂരിനടുത്തുള്ള ഒരു ഭാര്യ ഭർത്താവുമത്ത് ഒരു 10-30 വയസ്സിനപ്പുറത്തോട്ട് പോകാത്ത സുന്ദരിയായ യുവതിയും വിവാഹമായ ഭാര്യ ഭർത്താവും, അവരുടെ 2 കൈയിലും ഒരു കൈയിൽ 7 വയസ്സുള്ള ഒരു പൊന്നുമോറുണ്ട്, ഇടത്തെ കൈയിൽ 5 വയസ്സുള്ള ഒരു പൊന്നുമോറുണ്ട്. അവരെ കണ്ടപ്പോ തന്നെ കൈക്കും കാലിനും ഈ കാണുന്ന ഈ ഗ്രൈത്തിന്റെ സ്റ്റാൻഡിന്റെ വലിപ്പം പോലുമില്ല. കൈക്കും കാലിനെ ശോഷിച്ച് എന്നാൽ മുഖത്തിനൊരു വ്യത്യാസമില്ല. അതുപോലത്തെ വന്ന് കൊടുത്ത ആരിവില്ല പോലെ മനോഹാരിതയുള്ള കണ്ടാലോട് തന്നെ കെട്ടിപ്പിടിച്ച് മുദ്ര കൊടുക്കുന്ന പൊന്നുമക്കൾ, ആ മക്കളെ താങ്ങി പിടിച്ച് നടന്നുകൊണ്ട് അവര് വന്നിട്ട് എന്നോട് പറഞ്ഞ കഥ സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹുവേ, മരിക്കുന്നവര് ഇത് കേൾക്കാൻ ഇടവരുത്തല്ലേ അല്ലാഹ് എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്തു പോയി. അവരെങ്ങനെയാ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് ചിന്ത വന്നു പോയി. സഹോദരങ്ങളെ, ആ ഭാര്യയും ഭർത്താവ് പറഞ്ഞു, ഉസ്താദ്, ഞങ്ങളുടെ മക്കളെ പ്രസവിച്ച് 2 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല. കുറെ കഴിയുമ്പോ കൈ ഇങ്ങനെ ചെറുതാവാൻ തുടങ്ങി, കാലിന്റെ വണ്ണം കുറയാൻ തുടങ്ങി, കുറഞ്ഞ് കൈക്കും കാലിനും ബലമില്ലാതായി. കുട്ടികൾ പെട്ടെന്ന് നിവർന്ന് നിൽക്കാൻ കഴിയാതെ മടങ്ങി വീടുകയാ. ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ അപൂർവമായ രോഗമാ, മജ്ജയില്ലാതായി എല്ലിന്റെ ബലം കുറയുകയാ. 1 കോടിയിൽ ഒരാൾക്കല്ലാതെ ഇങ്ങനെ ഒരു രോഗമെന്നാവില്ല. കൈകാല് ശോഷിച്ച് വെറും ന്യൂസ് പേപ്പറിൽ തട്ടിയാ പോലും എന്റെ പൊന്നുമക്കള് കമഴ്ന്ന് വീണ് പോകും. എല്ലിന് ബലമില്ല. ഈ തിരിസ്റ്റാൻഡിന്റെ കമ്പിയുടെ ബലം പോലുമില്ല. സഹോദരങ്ങളെ തീർന്നില്ല. ഡോക്ടർമാര് പറഞ്ഞതെന്നറിയോ, ഈ 2 മക്കളാ. മൂത്ത പെൺകുഞ്ഞിന് ആദ്യം അസുഖം തുടങ്ങി, 2ാമത്തെ കുഞ്ഞിന് ഇല്ലെന്ന് കരുതുമ്പോ അവനും അസുഖമാ. ഡോക്ടർ പറഞ്ഞത് ഈ കുട്ടികള് 2 പേരും 12 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയുള്ളൂ. 12 വയസ്സെത്തിയ ഈ 2 മക്കളും മരിച്ചു എന്ന് പറയുമ്പോ ഒന്നാലോചിച്ച് നോക്കും പെങ്ങളെ. എന്റെ മക്കളുടെ ഓരോ തീയതി മാറുമ്പോ അവരുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരികയാ. ഉസ്താദേ, പൊന്നുമോക്ക് 12 വയസ്സിന് കഴിയുന്ന തലേ ദിവസം രാത്രി എങ്ങനെയാ ഞാൻ കഴിച്ചു കൂട്ടുകാന്ന് എനിക്കറിയില്ല. മക്കളുടെ മുഖത്തോട്ട് നോക്കുമ്പോ 12 വയസ്സിന് മരിക്കുമെന്ന ബോധത്തോടെ മക്കളെ വളർത്തുകയാ. അതോടൊപ്പം ഡോക്ടർ പറഞ്ഞു, ഈ രോഗത്തിന് യാതൊരുവിധ ചികിത്സയില്ല, മരുന്നില്ല. 12 വയസ്സ് വരെ മരിക്കലാണ്, ബാക്കിയില്ല. അതോടൊപ്പം ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് 3ാമതൊരു കുട്ടി ഉണ്ടാവാനും പാടില്ല. 3ാമതൊരു കുട്ടി ഉണ്ടായാൽ ഇതേ അസുഖം തന്നെയാ ഉണ്ടാവുക. അവ പിറന്നത് 2 മക്കൾ. ആ 2 മക്കൾ 12 വർഷത്തിനപ്പുറത്തേക്കില്ല. ഇനി ഒരു 3ാമതൊരു കുഞ്ഞു പാടില്ല.
അവരെ രണ്ടുപേരുടെയും ബ്ലഡ് തമ്മിൽ ചേരുകയില്ല. ഞാൻ അവരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വെറുതെ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഈ ഭർത്താവിന് വേറൊരു പെണ്ണ് കെട്ടിയതിന് കുട്ടി ഉണ്ടാവാം, ഈ പെണ്ണിന് വേറൊരു ഭർത്താവിന് കുട്ടി ഉണ്ടാവാം, ഇവർക്ക് തരാക്ക് കെട്ടിയിട്ട് വേറൊരു കല്യാണം രണ്ടുപേരും കഴിച്ചാലും പ്രശ്നമില്ല. സഹോദരങ്ങളെ, ഞാൻ അവരെ പരിശോധിക്കാൻ ചോദിച്ചു, നിങ്ങളുടെ തീരുമാനം എന്താ? ഒന്ന് കെട്ടിയിട്ട് മതിയാവാണ്. പിന്നെയും ഒരാഗ്രഹം കൂടി മനസ്സിലേക്ക് നമുക്ക് വരുന്നെങ്കിൽ അവരെന്നോട് പറഞ്ഞ കാര്യം, ഉസ്താദേ എന്തൊക്കെ ഞങ്ങളുടെ മക്കൾ മരിച്ചാലും ഞങ്ങൾ തമ്മിൽ പിരിയില്ല ഉസ്താദേ. അല്ലാഹുവേ, നീ ആ മക്കൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ഉസ്താദേ, എല്ലാ സദസ്സിലും ദുആ ചെയ്യണേ. നിങ്ങളുടെ ദുആ സദസ്സിൽ പങ്കെടുത്തിട്ട് എത്രയോ രോഗികൾ മാറിയത് ഞങ്ങൾ അനുഭവത്തിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാണാൻ കേൾക്കാൻ വേണ്ടി വന്നതാ, കാണാൻ വന്നതാന്ന് പറയുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, പ്രയാസങ്ങളാണ് മനുഷ്യൻ, ദുഃഖമാണ് മനുഷ്യൻ, ആമരാതിയെ മനുഷ്യൻ, വേവലാതിയെ മനുഷ്യൻ. നിന്റെ മനസ്സിൽ ഇങ്ങനെ 1000 പ്രയാസങ്ങൾ നമ്മൾ അറിയാത്തവരെ, അതിനേക്കാൾ അറിയാത്തവരെ നിന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടായ നിന്റെ പ്രയാസം മാറ്റാൻ നിന്റെ വീട്ടിൽ വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വലഖദ ജാഅത് റസൂലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ ഫഖാലൂ സലാമാ ഖാല സലാമൻ കമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. നമ്മുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടായ, നമ്മുടെ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായ അല്ലാഹുവിന്റെ മലക്കുകൾ മധ്യത്തിൽ, അതാ മലക്കുകൾ എന്നുള്ള വിശ്വാസം. ഞാനിന്ന് ഭൂമിയിൽ മലക്കുകൾ എന്ന കഥ മാത്രം പറയുക, ഖബർ ആഖിറ മാത്രം കാണാം. അല്ലാഹു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ മലക്കുകളെ വീട്ടിൽ വിളിച്ചു വരുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ ആമീൻ പറയാത്ത? നമ്മൾ വിളിച്ച മലക്കുകൾ വരൂലേ? വരും. പക്ഷെ നമ്മൾ മുടക്കികളായി മാറി. നമ്മുടെ വീട്ടിൽ മലക്ക് വരൂല. പട്ടിയെ വളർത്തുന്ന വീട്ടിൽ മലക്ക് വരില്ല. ഭിത്തിയിൽ ഫോട്ടോ വെച്ചിരിക്കുന്ന വീടുകളിൽ മലക്കുകൾ വരില്ല. അത് വാപ്പാന്റെ ഫോട്ടോ ആണെങ്കിൽ സിനിമാന്റെ ഫോട്ടോ നന്നായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. രൂപങ്ങളുള്ള ഫോട്ടോ ചില വീടുകളിലൊക്കെ, എനിക്കറിയില്ല, ഞാൻ ആരെ ഉദ്ദേശിച്ച് പറയുന്നത്, എനിക്ക് ഒന്നാമത് പേടിയാണ്. ആരെ ഉദ്ദേശിച്ച് പറയണല്ല, ഞാൻ അള്ളാഹുടെ ദീൻ പറയുക. വീട് നമുക്കൊരു വാപ്പാന്റെ സ്നേഹമായിരിക്കും, പക്ഷെ ആ വീട്ടിൽ മലക്കുകൾ കയറില്ല. ചില പെണ്ണുങ്ങളുള്ള വീട്ടിൽ മലക്ക് വരില്ല. അതായത് ആദ്യം ഓരോന്നോരോന്നായിട്ട് പറയാം. അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ഈ വിഷയം ഇതുപോലെ അവസാനം തിരിച്ചിവിടുന്ന് പോകുമ്പോ എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ ഫോട്ടോ വന്നെടുത്തു. അള്ളാഹു നമ്മളെല്ലാവരും ഇജ്ജത്തിലാണ്. അള്ളാഹു നമുക്ക് തന്ന സൽപ്പേര് അള്ളാഹു അവസാനം വരെ നിലനിർത്തി തരട്ടെ. കാര്യമായിട്ട് ദുആ ചെയ്ത് അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ.